PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 170/2024 പ്രകാരം PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA, ബെവ്കോ LDC തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം ഈ ചോദ്യോത്തരങ്ങൾ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി ഭൂനികുതി സമ്പ്രദായമാണ് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതേപോലെ മദ്രാസ്, ബോംബെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. റൈറ്റ് വാരി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? മദ്രാസ്, ബോംബെ പ്രദേശങ്ങളിൽ. രണ്ടാമത്തെ ചോദ്യം: ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ദാദാബായി നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായി നവറോജിയാണ്. മൂന്നാമത്തെ ചോദ്യം: ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇതാണ് ശരിയായ പ്രസ്താവന. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. കാൺപൂരിൽ നേതൃത്വം വഹിച്ചത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ബഹദൂർ ഷാ സെക്കൻഡ് നേതൃത്വം നൽകിയത് ഡൽഹിയിലാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പതാകയായി ഇത് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഏഴാമത്തെ ചോദ്യം: തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം അറിയപ്പെടുന്ന പേരാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക്. എട്ടാമത്തെ ചോദ്യം: ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഉത്തരം ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി, മൗലികാവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ശരിയായ പ്രസ്താവന. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 3. മൂന്നാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ഉത്തരം ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. 11ാമത്തെ ചോദ്യം: മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. 12ാമത്തെ ചോദ്യം: കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? കുറിച്യ കലാപത്തിൻ്റെ നേതാവാണ് രാമനമ്പി. ഉത്തരം ഓപ്ഷൻ സി, രാമനമ്പി. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. 13ാമത്തെ ചോദ്യം: സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം:
സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. മിതവാദി പത്രമാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം. 15-ാമത്തെ ചോദ്യം. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്. 16-ാമത്തെ ചോദ്യം. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂർ. ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ ഇവയെല്ലാം G20 കൂട്ടായ്മയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. 17-ാമത്തെ ചോദ്യം. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 18-ാമത്തെ ചോദ്യം. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശ്യത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ലക്ഷ്യങ്ങളോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി. 19-ാമത്തെ ചോദ്യം. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 20-ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 1. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. M.N. ഖുസ്രു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ഇത് തെറ്റാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 3. മലയാളിയായ K.M. പണിക്കർ അതിൽ അംഗമായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. സർദാർ K.M. പണിക്കർ അതിലെ ഒരംഗമായിരുന്നു. അതുപോലെ തന്നെ ഖുസ്രുവും ഇതിലെ ഒരംഗമാണ്. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 21-ാമത്തെ ചോദ്യം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധുര. 22-ാമത്തെ ചോദ്യം. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. ഇത് തെറ്റാണ്. 2. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. ഇത് തെറ്റാണ്. 4. വിവിധോദ്ദേശ്യ പദ്ധതി. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. 23-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 24-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? ജീവൻ രക്ഷാ പതക്. ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. 25-ാമത്തെ ചോദ്യം. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയിലാണ്. ഗോദാവരി നദി. 26-ാമത്തെ ചോദ്യം.
ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുക്കുടി. 27ാമത്തെ ചോദ്യം. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി. 28ാമത്തെ ചോദ്യം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ബാരാലാച്ചില ചുരം. ബാരാലാച്ചില ചുരം. 29ാമത്തെ ചോദ്യം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ള രേഖാംശ സമയം. 30ാമത്തെ ചോദ്യവും 31ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 32ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 33ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര. ഉത്തരം ഓപ്ഷൻ എ പള്ളിക്കര വില്ലേജിലാണ്. 34ാമത്തെ ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ളത്? ഉത്തരം ഓപ്ഷൻ എ കാപ്പി. 36ാമത്തെ ചോദ്യം. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്. 37ാമത്തെ ചോദ്യം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണിത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ് ആനമുടി. അത് ശരിയാണ്. ഏകദേശം 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതും ശരിയാണ്. 39ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ എ കോതമംഗലം. കോതമംഗലമാണ് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. 40ാമത്തെ ചോദ്യം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് 2025 G20 ഉച്ചകോടി നടക്കുന്നത്. 41ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ.
ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. 42ാമത്തെ ചോദ്യം. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. 43ാമത്തെ ചോദ്യം. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആർക്കാണ് കിട്ടിയത്? പൃഥ്വിരാജ്. ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ്. 44ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീം. ഉത്തരം ഓപ്ഷൻ സി അർഷാദ് നദീം. അർഷാദ് നദീമാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 45ാമത്തെ ചോദ്യം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആഗസ്റ്റ് 22. ആഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. 46ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 47ാമത്തെ ചോദ്യം. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കിലിയൻ മർഫിയാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 48ാമത്തെ ചോദ്യം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം ഓപ്ഷൻ സി മാനന്തവാടിയിൽ നിന്നുള്ള MLA ആണ്. 49ാമത്തെ ചോദ്യം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്. 50ാമത്തെ ചോദ്യം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അർജന്റീനയ്ക്കാണ് 2024 കോപ്പ അമേരിക്ക കിരീടം ലഭിച്ചത്. 51ാമത്തെ ചോദ്യം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഉത്തരം ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 52ാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി നീലു. 53ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ചർവണകവും അഗ്രചർവണകവും. ശരി ഉത്തരം വരുന്നത് 2ഉം 4ഉം. ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം. ആഹാരം കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. അതുപോലെ ആഹാരം കടിച്ചു കീറാൻ കോമ്പല്ല് ഉപയോഗിക്കുന്നു. 54ാമത്തെ ചോദ്യം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ്
വിറ്റാമിൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. 55-ാമത്തെ ചോദ്യം. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ട. വെണ്ടയുടെ സങ്കര ഇനമാണ് സൽകീർത്തി. 56-ാമത്തെ ചോദ്യം. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വനാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006-ലാണ്. ഉത്തരം ഓപ്ഷൻ ഡി 2006. 57-ാമത്തെ ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. ഉത്തരം ഓപ്ഷൻ ബി 1984. 58-ാമത്തെ ചോദ്യം. 2024-ലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? 2024-ലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ഗോവ. ഉത്തരം ഓപ്ഷൻ സി ഗോവ. 59-ാമത്തെ ചോദ്യം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ. 60-ാമത്തെ ചോദ്യം. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? 1. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് ഒരു അടഞ്ഞ സർക്യൂട്ടാണ്. അത് ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. 2. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അതും ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. 3. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇതും ശരിയായ പ്രസ്താവനയാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 4. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇത് തെറ്റാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 61-ാമത്തെ ചോദ്യം. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി 90 ഡിഗ്രി. 62-ാമത്തെ ചോദ്യം. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണ്? കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണ്? 1. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കു വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 2, 3 ശരിയാണ്. 63-ാമത്തെ ചോദ്യം. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. 64-ാമത്തെ ചോദ്യം. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഉത്തരം ഓപ്ഷൻ സി. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. അപ്പോൾ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 65-ാമത്തെ ചോദ്യം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരെന്താണ്? സഹജ.
ഉത്തരം ഓപ്ഷൻ എ സഹജയാണ്. 66-ാമത്തെ ചോദ്യം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരെന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. ഉത്തരം കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പ്. 67-ാമത്തെ ചോദ്യം. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് വുഹാൻ. ഓപ്ഷൻ സി, വുഹാനിലാണ് ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. 68-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടൈഫോയിഡ്. ബാക്കിയെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പ്രമേഹം, പക്ഷാഘാതം, രക്താതിമർദ്ദം ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. 69-ാമത്തെ ചോദ്യം. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റാണ് മാമോഗ്രാം. ഉത്തരം ഓപ്ഷൻ സി, മാമോഗ്രാം. 70-ാമത്തെ ചോദ്യം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. ഉത്തരം ഓപ്ഷൻ എ, ജ്യോതിസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.